ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഓണം ചാലഞ്ച് കൃഷിയുടെ 9ാം ഭാഗമാണ് കാണിക്കുന്നത്. അപ്പോൾ ഓണം ചാലഞ്ചിൽ കുറേ പേര് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓണം ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഓണം സമയത്ത് എല്ലാവരോടും ഒരുമിച്ച് കൃഷി ചെയ്യാം, ഓർഗാനിക് ആയിട്ടുള്ള കൃഷി ചെയ്ത് നമുക്ക് ഓണത്തിന് സ്വന്തം പച്ചക്കറികളുണ്ട് ആഹാരം ഉണ്ടാക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങി. കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അങ്ങോട്ടുള്ള ഓണം വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ നിങ്ങളുടെ പച്ചക്കറികൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിളവെടുപ്പ് അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ 3 വീഡിയോസായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ വിളവെടുപ്പ് നമുക്ക് 2 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആക്കി നമുക്ക് അയച്ചു തരിക. അതിനകത്ത് നിങ്ങളുടെ പേരും നിങ്ങൾ എവിടുന്നാന്നുള്ളതും പറഞ്ഞിട്ട് നിങ്ങളുടെ വിളവെടുപ്പ് കാണിക്കുക. 2 മിനിറ്റിന് അകത്ത് ആവുന്ന രീതിയിലുള്ളൊരു വീഡിയോ ആക്കുക. അതിനകത്ത് നിങ്ങൾ എക്സ്ട്രാ മ്യൂസിക് ഒന്നും ഇടലും കോപ്പിറൈറ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മ്യൂസിക് ഇടാതെ 2 മിനിറ്റിലാകും നിങ്ങളുടെ കൃഷിയും നിങ്ങളെ പറ്റിയും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ നമുക്ക് അയച്ചു തരിക. അത് നമ്മൾ അങ്ങോട്ടുള്ള വീഡിയോസിൽ ഇടുന്നതായിരിക്കും. അങ്ങോട്ടുള്ള എല്ലാ വീഡിയോയിലും പിന്നെ നിങ്ങൾ അയക്കുന്നതനുസരിച്ച് നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് പേരൊക്കെ അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് പേര് അയക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറേ പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ അയക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇമെയിലായിട്ടാണ് നമുക്ക് അയച്ചു തരേണ്ടത്. theminslifestyle@gmail.com എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡിയിലോട്ടാണ് അയച്ചു തരേണ്ടത്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നമ്മൾ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ കുറേ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനോട് റിപ്ലൈ കൊടുത്ത് എല്ലാവരുടെയും വീഡിയോ എടുത്ത് അത് കമ്പൈൽ ചെയ്ത് എടുക്കാൻ നല്ല പാടാണ്. അതുകൊണ്ടാണ് ഇമെയിൽ എന്ന് പറയുന്നത്. അതാകുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിലും കിട്ടും. എത്ര പേരാണോ വരുന്നത് എല്ലാവരെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ എടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ അയച്ചോളൂ കേട്ടോ. നമ്മൾ എന്ന് വരാമേ നമ്മൾ ടൈം കൊടുക്കും? സെപ്റ്റംബർ 15 വരെ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 15 വരെയാണ് നമ്മൾ ഡേറ്റ് വെച്ചേക്കുന്നത്. അതിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് എല്ലാം നമുക്ക് മെയിലിൽ അയച്ചു തരാം. നമ്മൾ ഒരു സെപ്റ്റംബർ 30 വരെയുള്ള എല്ലാ വീഡിയോസിനകത്തും നിങ്ങളുടെ എല്ലാവരുടെയും വിളവെടുപ്പും നിങ്ങളുടെ കൃഷിയും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. കൊച്ചുങ്ങളുണ്ടെങ്കിൽ കൊച്ചുങ്ങൾ തന്നെ വിളവെടുക്കാനായിട്ട് കാണിക്കാം. അല്ലെങ്കിൽ മിനിസ് ലൈഫ് സ്റ്റൈൽ എങ്ങനെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു ആ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് 2 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആക്കി നമുക്ക് അയച്ചു തരാവുന്നതാണ്. എല്ലാ വീഡിയോൻ്റെ അവസാനം നമ്മളത് ഫീച്ചർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മൾ ചെയ്ത കൃഷികളെ കുറിച്ചുള്ള വളർച്ചാ രീതികളും പിന്നെ ഇനി ചേർക്കേണ്ട വളങ്ങളെ കുറിച്ചുമാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് കൃഷിയിലോട്ട് പോകാം. ഒരു 15 മൂടോളം പിന്നെ വഴുതനങ്ങ നമ്മൾ വച്ചിട്ടുണ്ട്. പല പരുവത്തിലുള്ളതാണ്. ഇപ്പം കുഞ്ഞു പരുവം മുതൽ കാ പിടിക്കുന്ന പരുവം വരെ ആയിട്ടുണ്ട്. കാ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആ പരുവത്തിലാണ് നിൽക്കുന്നത് നമ്മുടെ വഴുതനങ്ങയെല്ലാം. പിന്നെ നമ്മൾ പറമ്പിലും കുറേ വെച്ചിട്ടുണ്ട്. അപ്പം എല്ലാം നല്ലതുപോലെ ഇങ്ങനെ കിളിച്ച് വരുന്നുണ്ട്. അപ്പം അതിനകത്തോട്ട് നമുക്കിനി സ്വല്പം ജൈവ സ്ലറിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഈ വളമൊക്കെ ഇട്ട് നിർത്തിയിരിക്കുകയാണ്. ഏതാ നമ്മുടെ ചാണകപ്പൊടിയും സൂപ്പർ മീലും എല്ലാം കൂടെ ഒക്കെ ചേർത്ത് നിർത്തിയിരിക്കുമായിരുന്നു. നമുക്ക് ഇടയ്ക്ക് ആദ്യമൊക്കെ നമ്മൾ ഇച്ചിരി ജൈവ സ്ലറി ഒഴിച്ചു കൊടുത്തായിരുന്നു. ആഴ്ച 2 പ്രാവശ്യമോ നമുക്ക് സമയം കിട്ടുന്നതല്ല നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. 1 പ്രാവശ്യമോ 2 പ്രാവശ്യമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ജൈവ സ്ലറി കലക്കി വെക്കുമ്പോൾ ഒരുപാടൊന്നും കലക്കി വെക്കേണ്ട. നിങ്ങളുടെ ചെടികൾക്ക് അനുസരിച്ച് മാത്രം നിങ്ങൾ കലക്കിയാൽ മതി. കുറഞ്ഞ അളവിൽ നമുക്കത് കലക്കി വെക്കാനായിട്ട് സാധിക്കും. അത് നല്ല ചെടികൾക്ക് നല്ല ആരോഗ്യം തരുന്നതായ ഒരു ജൈവ സ്ലറി തന്നെയാണിത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് ട്രൈ ചെയ്യുക. എല്ലാ ചെടികൾക്കും നല്ലതാണ്. നമ്മുടെ പൂച്ചെടികൾക്കാണെങ്കിലും നല്ലതാണ്. അപ്പം നമ്മുടെ പച്ചക്കറികൾക്കും വളരെയധികം നല്ല ആരോഗ്യത്തോടെ വളരാനായിട്ട് നല്ല കാഫലം കിട്ടുന്നതിനും ഇത് ഉപകരിക്കും. അപ്പം നമ്മൾ ജൈവ സ്ലറി എടുക്കുമ്പോൾ ഒന്ന് കലക്കി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം 2 മഗ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് നമ്മൾ ഡൈല്യൂട്ട് ചെയ്താണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തായാലും കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. അപ്പം 2 എടുത്തെങ്കിൽ 2 മഗ് വെള്ളം കൂടെ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. ഏതൊരു ചെടിയിലാണെന്നുണ്ടെങ്കിലും ചെടിയുടെ വലുപ്പത്തിനനുസരിച്ച് വേണം നമ്മൾ വളം ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണിത്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മണ്ണ് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ചൊഴിച്ചാൽ മതി. കുഞ്ഞു ചെടിയാണിത്. അതിലോട്ട് സ്വല്പം മണ്ണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കൂടുതൽ കളിക്കുമെന്ന് പറഞ്ഞ് ഇതല്ലാണ്ട് കൂടുതൽ പോയി ഒഴിക്കല്ലേ? അതുതന്നെയാണ് ഞാൻ പറയുന്നത്. ചെടിയുടെ വലിപ്പത്തിനനുസരിച്ച് വേണം ഒഴിക്കാൻ എന്ന് പറയുന്നത്. ഇതൊരു വയലറ്റ് വഴുതനയാണിത്. വഴുതന എല്ലാവരും എന്തോ ചെയ്യും മമ്മി? എന്തോന്നു നടാനത് നല്ലൊരു ഉത്സാഹം. കിടക്കട്ടെ, എല്ലാവരും കൂടെ കഴിച്ചു തീർക്കാനോ? ഞാൻ അങ്ങനെ പറയാടാ. നമുക്കേ അടുത്തുള്ള എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് കൊടുക്കാം. ആവട്ടെ, ആരെങ്കിലുമൊക്കെ കഴിക്കട്ടെ. ഓരോ പ്രാവശ്യം വളമിടുമ്പോൾ ഇങ്ങനെ സ്വല്പം മണ്ണും അതിൻ്റെ മുകളിലോട്ട് അങ്ങിട്ടേക്കാം.
എല്ലാത്തിനും ഇതേപോലെ ചെയ്ത് കൊടുക്കണം. ഇതിനകത്ത് ഇതൊന്നും ചെയ്തില്ല. ഇത് വഴുതനയാണ്. ഇത് വേറെല്ല പല ടൈപ്പ് 4 ടൈപ്പ് അങ്ങോട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ ഇട്ടൊരു മെഴുക്കുവരട്ടി ആക്കി എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഓരോ പ്രാവശ്യവും ഇങ്ങനെ വളം ഇടുമ്പോൾ മണ്ണും ഇട്ട് കൊടുത്താലും നമ്മുടെ ഗ്രോ ബാഗ് ഇങ്ങനെ കുറച്ച് സ്ഥലം ഇട്ടേക്കണം. അതിനകത്തൊക്കെ ഇതും കിടപ്പുണ്ട്, ചിന്നുവിൻ്റെയും മിന്നുവിൻ്റെയും കാഷ്ടം കൂടെ കിടപ്പുണ്ട്. അതേപോലെ എല്ലാം ഇതേപോലെ നമുക്ക് വളം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് നല്ലതുപോലെ പൂക്കളൊക്കെ വരാൻ തുടങ്ങി. അതിനകത്ത് കാ പിടിച്ച് തുടങ്ങിയില്ല, കായായി വരുന്നുണ്ട്. അപ്പോൾ ഈ പിടിക്കുന്ന പൂവെല്ലാം നമുക്കങ്ങ് കായായി വരണമെന്ന് നിർബന്ധമൊന്നും പിടിക്കരുത് കേട്ടോ. നമ്മുടെ തക്കാളി വഴുതന നല്ല ആരോഗ്യത്തോടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയൊക്കെ വളർന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, ഇന്ന് രാവിലെ ഉള്ള പണിയാണ് എൻ്റെ ഇത്. എന്താണെന്നറിയാമോ, ഇത് ചാഞ്ഞ് പോകാതിരിക്കാനായിട്ട് നമ്മളൊരു കമ്പൊക്കെ കുത്തി വെച്ചിട്ട് ആ കമ്പും നമ്മുടെ വഴുതനയുടെ തണ്ടും കൂടെ ചേർത്ത് കെട്ടിയിട്ട് നമ്മളത് വേറെ മുകളിലോട്ട് എവിടെയെങ്കിലും അങ്ങനെ ഒന്ന് കെട്ടി വെച്ചിരുന്നാൽ ഏത് കാറ്റ് വന്നാലും നമ്മുടെ വഴുതനയായാലും തക്കാളി ആണെങ്കിലും ഒരു ചെടിയാണെങ്കിലും വീണ് പോകില്ല. അങ്ങനെ എല്ലാം ഞാനിങ്ങനെ ഇന്നത്തെ രാവിലത്തെ പണിയായിരുന്നത്. ചീനിക്കമ്പോ എന്തൊരു കമ്പായാലും മതി, കണ്ടോ, കെട്ടി മേളിലോട്ട് നമ്മുടെ കോവലിൻ്റെ പന്തലിലോട്ടങ്ങ് കെട്ടി കൊടുത്തിരിക്കും. അപ്പം ഈ നിൽക്കുന്ന എല്ലാ വഴുതനയിലും ഇതേപോലെ നമ്മൾ ഈ ജൈവ സ്ലറി ഒഴിച്ചിട്ട് ഈ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പം നമ്മൾ പറിച്ച് നട്ടതായ മുളകാണിത്, 2 എണ്ണം ഇതവണ നട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തക്കാളിയും വളർന്നു വരുന്നുണ്ട്. അതിനും കനം അധികം ഇല്ല എങ്കിലും നീളത്തെ പോവുകയാണ്. അതിന് നമ്മളൊരു കമ്പൊക്കെ കെട്ടിക്കൊടുത്ത് നിർത്തണം. അതിനകത്തും ജൈവ സ്ലറിയൊക്കെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പയറിന് വള്ളി വീശി തുടങ്ങി. അപ്പോൾ നമ്മളതൊരു കയറ് കെട്ടി കൊടുത്തിട്ട് കയറിനകത്തോട്ട് ഇങ്ങനെ പടർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കയറൊക്കെ എന്താ നിങ്ങൾക്കറിയാമോ? ഇത് നമ്മൾ തറ തുടയ്ക്കുന്ന മോപ്പിൻ്റെ ഉണ്ടല്ലോ, അത് പഴയ മോപ്പ് വരുന്നത്, അതിൻ്റെ നൂലെടുത്തിട്ടാണ് ഇത് കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ഒന്നും നമുക്ക് വേസ്റ്റല്ല. ഇതിനകത്ത് നമുക്ക് പിന്നെ ഇനി അങ്ങോട്ട് നമുക്ക് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ടെറസ് നട്ട പയറാണ് ഇത് നിൽക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളമൊക്കെ ഇട്ട് നിർത്തിയിരുന്നതായിരുന്നു. അപ്പോൾ നല്ലതുപോലെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് വള്ളി വീശാനുള്ള ആരംഭമൊക്കെ ആയിട്ടുണ്ട്. അപ്പം കഴിഞ്ഞൊരു വീഡിയോയിൽ, ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ പിന്നെ 2 പുഴുക്കളെയൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, 2 കള്ളന്മാരെ പിടികൂടിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. കാരണം പലരുടെയും ചെടികളിൽ ഇങ്ങനെയുള്ള പുഴുക്കൾ ഉണ്ടാവാറുണ്ട്, നമ്മൾ ശ്രദ്ധിക്കാറും ഇല്ല. പക്ഷേ ഇനി എങ്കിലും എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ സത്യത്തിൽ ഒരു വീഡിയോ ഇറക്കിയത്. നിങ്ങൾ കണ്ടില്ലായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എന്ത് വലിയ പുഴുക്കളായിരുന്നു 2 എണ്ണം. പലരും പറയുന്നുണ്ടായിരുന്നു അവരെ അങ്ങ് മാറ്റി വെച്ച് കാട്ടിക്കൊണ്ട് വിടാന്നൊക്കെ. രാത്രി 12 മണിക്ക് നേരത്തെ നമ്മളിനി കാട്ടിക്കൊണ്ട് വിട്ട് അന്നേരത്തെ ദേഷ്യത്തിനും സങ്കടത്തിനും അങ്ങനെ അങ്ങ് ചെയ്തു പോയി നമ്മളില്ലേ, ആരായാലും അതങ്ങ് ചെയ്തു പോകും. പിന്നെ ആ ചെടിയുടെ പകുതി വരെ എല്ലാം അങ്ങ് തിന്നു വെച്ചില്ലേ, നമ്മൾ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയത്. അതുപോലെ തന്നെ കണ്ടോ, ഇതും ഏതോ കീടങ്ങളുടെ ശല്യം കൊണ്ടാണ് ഇങ്ങനെ ഈ ഇലയിൽ ഹോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വൈകുന്നേരത്തെ സമയത്ത് നമ്മൾ ഈ ചെടി ഒന്ന് നനച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ ശല്യം ഒഴിവായി കിട്ടുന്നതാണ്. അപ്പം നമ്മൾ വളം ഇട്ട് നിർത്തിയതായ വെണ്ടയ്ക്കയും വലുതാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വെണ്ടയ്ക്കൊക്കെ 4 പരുവം ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും മാറ്റി നട്ടോണം. ഈ പരുവത്തിൽ നമുക്ക് മാറ്റി നടാവുന്നതാണ്. അപ്പം നമ്മുടെ തക്കാളിയിൽ നിന്നുള്ള പൂക്കളൊക്കെ വരാൻ തുടങ്ങി. ഉണ്ട്, ഇവിടെയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണ്ടോ, എന്താവും നോക്കാം അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം എന്തോരം തക്കാളി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത മാസം നമുക്ക് സെപ്റ്റംബർ അവസാനം ആകുമ്പോഴത്തേക്ക് തക്കാളി, ക്യാബേജ്, കോളിഫ്ലവറൊക്കെ നടുന്ന മാസമാണ് സെപ്റ്റംബർ അവസാനം. അപ്പം നമ്മൾ നട്ടതായ വെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇനിയും വളമൊന്നും ചേർക്കണ്ട. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിതിനകത്ത് വളം ചേർത്തതാണ്. നമ്മുടെ പഴയ വെണ്ടയ്ക്കൊക്കെയാണ് ഈ നിൽക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം ഇനിയും പിടിച്ചു വരുന്നുണ്ട്. ഇനി അതിനൊക്കെ മാറ്റാറായി വരുന്നുണ്ട്. ഇതുപോലെ കണ്ടില്ലേ, ഇതിനകത്തൊക്കെ വെണ്ടയ്ക്കയിൽ കാ പിടിച്ചു വരുന്നുണ്ട്. ഏതോ ഒരു സബ്സ്ക്രൈബർ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ വയലറ്റ് വഴുതനങ്ങ പഴുത്തെന്ന് നമ്മൾ വിളഞ്ഞെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം വയലറ്റ് വഴുതനങ്ങയായിരുന്നു ഇത്. ഇപ്പം അത് വിളയുമ്പോൾ നല്ല ഇതേപോലെ ഇരിക്കും. ഇതിപ്പോൾ നല്ലതുപോലെ വിളഞ്ഞ് നിൽക്കുക, കണ്ടില്ലേ കളറ്. അതുപോലെ തന്നെ ഇപ്പോൾ ഓണകാലമൊക്കെ ആയപ്പോഴത്തേക്ക് മുറ്റം നിറയെ ബന്ദിപ്പൂക്കളും ബോൾസും 10 മണി എന്ന് വേണ്ട എല്ലാ പൂക്കളും
കാര്യമായിട്ട് വിരിഞ്ഞ് നിൽപ്പുണ്ട്. നല്ല ഉണക്കമായിട്ടുണ്ട്. ഇപ്പം ഇനി എല്ലാത്തിനും 2 നേരം എല്ലാവരും വെള്ളം ഒഴിച്ചോണം, അല്ലെങ്കിൽ നമ്മുടെ ചെടികളെല്ലാം പോകും. പച്ചക്കറിക്കാണെങ്കിലും നമ്മുടെ പൂച്ചെടികളൊക്കെ അന്നുണ്ടെങ്കിലും നമ്മൾ 2 നേരം വെള്ളം ഒഴിച്ചെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. എന്താ രസമെന്നുണ്ട് നമ്മുടെ അത്തപ്പൂവൊക്കെ ഇടാനായിട്ട്. ഓണത്തിന് നമ്മൾ അത്തപ്പൂക്കളം ഒരുക്കാനായിട്ട് ഇഷ്ടം പോലെ പൂക്കളുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇഷ്ടം പോലെ പൂക്കൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു. മുറ്റം നിറച്ച് 10 മണിയുണ്ട്. ഹലോ, ഞാൻ സൽമ സിദ്ദിഖ്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് കുറച്ച് കൃഷി വിശേഷങ്ങളാണ്. എനിക്ക് കൃഷിയോട് ഒരുപാട് താല്പര്യവും പ്രചോദനവും തന്നത് മിനീസ് ലൈഫ് സ്റ്റൈലിലെ മിനി ആൻറ്റിയാണ്. ഞങ്ങളുടെ വീട്ടിൽ 2 ഭാഗങ്ങളിലായി കൃഷി ചെയ്യുന്നുണ്ട്. ഒന്ന് ടെറസിലും ഒന്ന് താഴെയിലും. ഞങ്ങളുടെ ടെറസിൽ കാണാൻ കഴിയുന്നത് ബ്രിഞ്ചോൾ, തക്കാളി, പച്ചമുളക്, പടവലം തുടങ്ങിയ വ്യത്യസ്തമായ പച്ചക്കറികളാണ്. നമ്മളുടെ വീട്ടിൽ തന്നെ കിളിച്ചു വരുന്ന പച്ചക്കറികൾ തിന്നാൻ നമുക്ക് നല്ല ഭാഗ്യം തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു കൃഷികൾ ചെയ്യുക. ഇനി നമുക്ക് താഴത്തെ കൃഷി കാണാം. ഇതാണ് ഞങ്ങളുടെ താഴത്തെ കൃഷി. ഇവിടെ ഡ്രമ്മുകളിലായി ഞങ്ങൾ തൈകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ കോളിഫ്ലവർ, ചീര, തക്കാളി തുടങ്ങിയ പച്ചക്കറികൾ കാണാൻ സാധിക്കും. ഇനി ഞങ്ങളുടെ അടുക്കളയിൽ തന്നെ മൈക്രോ ഗ്രീൻ എന്ന ഒരു സാധനമുണ്ട്. ഹലോ എവരിവൺ, എൻ്റെ പേര് ആമി. മിനീസ് ലൈഫ് സ്റ്റൈലിലെ ആൻറ്റി പറഞ്ഞനുസരിച്ച് 2 മിനിറ്റ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആദ്യം എനിക്ക് 4 വെറൈറ്റീസ് മാത്രമേ ഉള്ളൂ. ഇപ്പം എനിക്ക് പല വെറൈറ്റീസ് ഉണ്ട്. പത്തുമണി ചെടീനെ സംരക്ഷിക്കുന്ന വീഡിയോയിൽ ഒരു 10 മണി ചെടി വെച്ചുള്ളൊരു ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ബോട്ടിൽ ആർട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഈ 2 കുപ്പിയിൽ വെച്ചാണ് ഞാൻ 10 മണി ചെടീനെ നട്ടേക്കുന്നത്. അത് നല്ലപോലെ വളർന്നു വന്നിട്ടുണ്ട്. സോ താങ്ക് യു മിനീസ് ലൈഫ്. അതായത് ഞങ്ങളുടെ വീടിൻ്റെ മുകൾ വശമാണ്. ഇവിടെ ഒരു ആകാശവെള്ളരിയാണ് പടർന്നിരിക്കുന്നത്. അതേ ഇതൊരാത്തയാണ് നിൽക്കുന്നത്. ഇത് മഞ്ഞളാണ്, കുറേ മഞ്ഞൾ. ഇത് ഒരു നാരകമാണ്. ഞങ്ങൾ കുറേ വർഷം മുമ്പ് ഇവിടെ നട്ടതാണ്. ഇത് കണ്ടോ, അതിലൊരു നാരങ്ങയുണ്ട്. കുറേ പൂവൊക്കെ ഇതിൽ വിരിഞ്ഞിട്ടുണ്ട്. ഇതൊരു ശംഖുപുഷ്പച്ചെടിയാണ്, കണ്ടോ, കടന്നു വരുന്നേ ഉള്ളൂ. തക്കാളി ചീര ഉണ്ടോ, കുറേ തൈ നട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇല പറിച്ച് തോരൻ വെക്കും. ഞാൻ അരി പാകി കിളിപ്പിച്ച് വളർത്തിയ ഒരു ഓറഞ്ച് തൈയാണിത്. നല്ല മധുരമുള്ള ഓറഞ്ചാണ്. ആ വഴുതന കണ്ടോ, പച്ച വഴുതനങ്ങയാണ്. പൂവൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു കറിവേപ്പാണ്. ഈ വഴുതനത്തിൽ ഒരു പൂവും കായും ഒക്കെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു റാഡിഷാണ്. ഇത് തക്കാളിച്ചീരയുടെ തൈകൾ, ഇത് കുറേ മുളകിൻ്റെ തൈകൾ. ഇത് 2 സൈസ് ബേസിലാണ്. ഒന്ന് പച്ച, മറ്റേത് വയലറ്റ്. അതിൻ്റെ അപ്പുറത്ത് ഒരു മഞ്ഞളിൻ്റെ ചുവട്ടിലൊരു വെണ്ടത്തൈയുണ്ട്. ഒരു തക്കാളിച്ചീരയുടെ തൈയുണ്ട്. ഇതൊരു ഇഞ്ചിയാണ്. എൻ്റെ മല്ലിച്ചെടിയാണ്. കണ്ടല്ലോ, വെള്ള പൂവൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അതിന് മല്ലി ഉണ്ടാകുമ്പോൾ എനിക്കത് പാകണം, കിളിപ്പിക്കണം. ഇത് കുറേ പച്ചച്ചീരയുടെ തൈകളാണ്. പല വളർച്ചയിലുള്ളതാണ്, ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ഓണം കൃഷി ചാലഞ്ച് 9ാമത്തെ എപ്പിസോഡായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. കൃഷി രീതികളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം കേട്ടോ. ഇതേ രീതി തന്നെ മുന്നോട്ട് പോവുക. എങ്കിൽ മാത്രമേ നല്ലതുപോലെ വിളവെടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ. ഈ കൊറോണ സമയത്താണ് പലർക്കും മനസ്സിലായത് നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെ വിളവെടുക്കാം, എങ്ങനെ ഒരു എത്ര പേരാണ് അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം നട്ടുപിടിപ്പിച്ച് സ്വന്തം വെജിറ്റബിൾ കൊണ്ട് തന്നെ കറികൾ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയാം. അപ്പോൾ ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സവിത വിളിച്ചിട്ടുണ്ടായിരുന്നു. സവിത പറയാണ്,
അപ്പം മിനി ചേച്ചി എല്ലാവരെയും കൊണ്ടും ഇത് പറ്റും എന്ന് എനിക്കിപ്പം ശരിക്കും മനസ്സിലായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഇപ്പം വിളിച്ചിട്ട് പറയാറുണ്ട്, എല്ലാവരെയും കൊണ്ടും പറ്റുന്ന ഒരു സംഭവമാണ്, നിങ്ങളെല്ലാവരും ചെയ്ത് തുടങ്ങിക്കോ എന്നാണ് സവിത പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സന്തോഷത്തോടെയാണ് സവിത വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ കുറേ പേര് വിളിച്ചിട്ട് പറയാറുണ്ട്. അതിന് വലിയ കാര്യമാണ്. ഇപ്പം ഞങ്ങൾ ചെയ്യുന്നത് കണ്ട് നിങ്ങൾ ചെയ്യുന്നതെന്ന് അറിയുന്നത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുക. ഒരു ടൊമാറ്റോ എടുത്ത് ടൊമാറ്റോൻ്റെ സീഡ് പാകിയാലും മതി, അല്ലെങ്കിൽ ഒരു മുളക് എടുത്ത് മുളകിൻ്റെ സീഡ് പാകിയാലും മതി. നമുക്ക് വീട്ടിൽ വേണ്ടുന്ന അത്യാവശ്യം ടൊമാറ്റോ അല്ലെങ്കിൽ മുളകൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നേക്കാൾ എത്രയോ നല്ലത്. നമ്മൾ ഒരു മുളക് നമ്മൾ പിന്നെ പൊടിക്കാൻ വാങ്ങിക്കുന്ന മുളകിൽ നിന്ന് ഒരെണ്ണം പൊടിച്ച് അങ്ങോട്ടൊന്ന് ഇട്ടാൽ മതി, അരി ഇട്ടാൽ മതി, അത് കിളിച്ചു വന്നോളും. അപ്പോൾ ഇത്രയുള്ള കാര്യം ഇതൊക്കെ ഒന്ന് ചെയ്ത് നമ്മൾ കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം അത് വേറെ തന്നെയാണ്. പിന്നെ ആദ്യം 1-2 പ്രാവശ്യം കിളിച്ചില്ലെന്നുണ്ടെങ്കിൽ പോട്ടെ, പിന്നെ നമുക്ക് വലിയ ചിലവൊന്നും ഇല്ലല്ലോ ഒരു പിന്നെ ഒരു മുളക് പൊട്ടിച്ച് അങ്ങോട്ടൊന്ന് ഇടുന്നതിന്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും ഇതേപോലെ കൃഷിയൊക്കെ ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൊണ്ട് ഗുണമെന്ന് വെച്ചാൽ നമ്മൾ ഏത് വീഡിയോ ഇടുന്നുണ്ടോ അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതേ ടൈമിൽ വരും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ചെയ്യേണ്ട സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ഐക്കൺ സൈഡിൽ വരും, അത് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് ഞെക്കുക. അപ്പോൾ എല്ലാം യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക് പേജായ മിനീസ് ലൈഫ് സ്റ്റൈൽ ഒന്ന് ലൈക്ക് ചെയ്ത് വിടുക. സെയിം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.